ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി വരാമെന്നുള്ളത്. തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വെച്ചിട്ടല്ല കല്യാണം നടക്കുന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള കാപ്പിലെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. തലേ ദിവസം മാത്രമാണ് വീട്ടിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. തൻസി എന്നാണ് കേട്ടോ പെണ്ണിൻ്റെ പേര്. പിന്നെ ചെക്കൻ്റെ പേര് നിജാബ്. ചെക്കൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം അവരുടെ കല്യാണം ഇതിൻ്റെ പിറ്റേ ദിവസം രാത്രി ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിലുള്ള ചെറിയ വിശേഷം കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കാഹിന് ഞങ്ങൾ ഒരുങ്ങി എത്തിയപ്പോഴത്തേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാ ചെക്കനൊക്കെ ഇതാ സ്റ്റേജിലുണ്ട്. അപ്പോൾ ഇതാ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. അപ്പം ഫ്രണ്ട്സൊക്കെ കളറാക്കിയ ഒരു കല്യാണം എന്ന് വേണം പറയാം. ഇവരെ രണ്ടുപേരുടെ ഫ്രണ്ട്സുകളുമാണ്. പിന്നെ ഫാമിലിയും എല്ലാവരും ആയിട്ട് നല്ല ഉഷാറായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. അപ്പോൾ ആ പാട്ടും ഒന്നും നമുക്ക് വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പോൾ ഇതാ സ്റ്റേജിലേക്ക് അങ്ങനെ പെണ്ണിനെ കൊണ്ടുപോകുന്ന ആ ഒരു സംഗതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള കല്യാണങ്ങളും ഫങ്ഷൻസും ഒക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. ഒരുപാട് ആദ്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയും വേണ്ട. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതാ മണവാട്ടീനെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ചെക്കൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാത്രി ചെക്കൻ്റെ വീട്ടിലെ കല്യാണമാണ് കേട്ടോ. അതും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സൽക്കാരത്തിന് പോകുന്നവരെ ഒരു ക്ഷണം കൂടെ ഇവരുടെ കല്യാണത്തിലേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവരുടെ കൂട്ടത്തിൽ കോൽക്കളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞതിന് അന്ന് വൈകുന്നേരം തന്നെ പെണ്ണിനെ ഇവർ ചെക്കൻ്റെ ആൾക്കാർ കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ പിറ്റേ ദിവസം ഇവർ ഓഡിറ്റോറിയത്തിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെയും അതും ഇതൊക്കെ ആയിട്ട് ശരിക്കും നമ്മുടെ സഖിയക്കുട്ടീൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമും എല്ലാം കൂടെ ഫോണിലെടുത്തപ്പോൾ തന്നെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് വെച്ചതാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇവരുടെ കല്യാണത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഫുള്ള് അവളുടെ ആഗ്രഹം പോലെ തന്നെ ഫാമിലിയേക്കാളും കൂടുതൽ അവൾ ആഗ്രഹിച്ച് അവളെ കാര്യങ്ങൾ അവൾ തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകിയാണെങ്കിലും നടക്കും എന്നുള്ളതിനൊരു തെളിവും കൂടിയാണ് കേട്ടോ. മാഷാ അല്ലാ. അപ്പം ഇനിയും മുന്നോട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടെ അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം അല്ലേ.
പിന്നെ അവളെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അവൾ ഒരുപാട് പഠിച്ചു. പിന്നെ ഇപ്പം ജർമ്മനിയിലാണ് കേട്ടോ. അവിടുന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ വേറെന്തോ പഠിക്കുന്നതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും അവിടെ ജോലിയൊക്കെ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് അവളുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ അവളെ ഉൾപ്പെടുത്തുക. അവളുടെ ആഗ്രഹം പോലെ അവളുടെ കല്യാണം കളറാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കഴിഞ്ഞത് അവളുടെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ കല്യാണത്തിന് വന്നവർക്ക് വന്നത് മുതൽ കല്യാണം തീരുന്നത് വരെ ബോറടിക്കാനുള്ള ഒരു ടൈം ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതൽ തന്നെ ഫുള്ളായിട്ട് പവറും ഓടുമായിരുന്നു എല്ലാവരും. അപ്പോൾ ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ കുട്ടികളാണെങ്കിലും എല്ലാവരും ഫുള്ള് എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെയും കുറേ സമയം തന്നെ ഉണ്ടായിരുന്നു, 11:30 12 മണിയൊക്കെ വരെയൊക്കെ. അത്ര നേരമൊന്നും പിന്നെ ഞങ്ങൾ നിന്നിട്ടില്ല. പിന്നെ സെക്കിക്കുട്ടീനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.